ഇന്നൊരു കുട്ടിക്കഥയായാലോ? ലിറ്റിൽ കല്യാണി. അന്നും പതിവ് പോലെ നമ്മുടെ കല്യാണിക്കുട്ടി അമ്പലമുറ്റത്തെ താമരക്കുളത്തിൽ നിന്നും പൂക്കൾ എടുത്ത് കൂടയിലാക്കി. നിത്യവും കാണുന്ന കല്യാണിക്കുട്ടിയോട് കുളത്തിലെ അരയന്നങ്ങൾ പോലും കുരുതി കാട്ടുമായിരുന്നു. കുളക്കരയിലെ വെള്ളാരം കല്ലിൽ തീർത്ത സരസ്വതി പ്രതിമയ്ക്ക് ഒരു താമരപ്പൂവും സമ്മാനിച്ച് സരസ്വതി ദേവിക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ട് കല്യാണിക്കുട്ടി വാണിജ്യ തെരുവിലേക്ക് പോകാറുള്ളൂ. ക്ഷേത്രമുറ്റത്തെ വാണിജ്യ തെരുവിൽ പൂമാല കെട്ടി കച്ചവടം ചെയ്യുന്ന മഞ്ഞ സാരി ഉടുത്ത സുന്ദരിയമ്മയില്ലേ, അതാണ് കല്യാണിക്കുട്ടിയുടെ അമ്മ സുന്ദരിയമ്മ. കല്യാണിക്കുട്ടി പൂക്കൂട നിറയെ താമരപ്പൂക്കൾ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. സുന്ദരിയമ്മ സന്തോഷത്തോടെ കൂടയിൽ നിന്നും മൽഗോവ മാമ്പഴം കല്യാണിക്കുട്ടിക്കും കൊടുക്കും. അതും വാങ്ങി ഒരോട്ടമാണ്. എങ്ങോട്ടാണെന്നോ? രാഘവ മാഷിന്റെ സംഗീത ക്ലാസ്സിലേക്ക്. കഷ്ടപ്പാട് ജീവിക്കുന്ന കല്യാണിക്കുട്ടിക്ക് പൈസ കൊടുത്ത് സംഗീതം പഠിക്കണമെന്ന് നിവൃത്തിയില്ലല്ലോ. അതിനാൽ ആരും കാണാതെ അടുത്തുള്ള മതിലിലിരുന്ന് മാമ്പഴവും നുണഞ്ഞ് സംഗീത ക്ലാസ്സിലെ പാട്ടുകൾ അവൾ ഏറ്റുപാടി. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് പ്രമാണിയായ നമ്പീശൻ അവളെ കാണുകയും പണപ്പറ്റ ശകാരിക്കുകയും ചെയ്തു. വിങ്ങിപ്പൊട്ടിയ കല്യാണിക്കുട്ടി ഏങ്ങലോടെ കുളക്കരയിലെ സരസ്വതി പ്രതിമയ്ക്കരികിലേക്ക് ഓടി. അവൾ പൊട്ടി കരഞ്ഞു. പെട്ടെന്ന് വെള്ളാരങ്കൽ സരസ്വതി പ്രതിമ വെള്ളിത്തരികളായി വായുവിൽ അലിഞ്ഞുപോയി. താമരക്കുളത്തിൽ അതിമനോഹരമായ വെള്ള താമരപ്പൂ വിരിഞ്ഞു. താമരപ്പൂവിൽ സാക്ഷാൽ വീണാധാരണിയായ ശാരദ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തുടരെ ധാരാളം താമരപ്പൂക്കൾ വിടർന്നു. എല്ലാ പൂവിലും ശാരദാദേവിയും പ്രകടമായി. ആകമൊത്തം സ്വർണ്ണ വെളിച്ചം അവിടെ മാക്കി പടർന്നു. സാക്ഷാൽ സരസ്വതി ദേവി. കല്യാണിക്കുട്ടി മായയിൽ എന്ന പോലെ താമര ഇലകളിൽ ചവിട്ടി ദേവിയുടെ അരികിലേക്ക് ചെന്ന് നമസ്കരിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. അവൾ പാടി. മനസ്സ് നിറഞ്ഞ് ദേവിയും അവളുടെ പാട്ടിൽ സന്തുഷ്ടയായി വീണമേറ്റി താളമിട്ടു. സ്നേഹത്തോടെ അവളുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. സദാ സംഗീത വിദുഷീ ഭവ. എല്ലാവരെയും വാണിദേവി അനുഗ്രഹിക്കട്ടെ.